ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നത്തെ പ്രോമോയിൽ കണ്ടതുപോലെ തന്നെ സുധിയെ നീലിമ തട്ടിക്കൊണ്ടു പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ തമ്മിൽ വാഗ്വാദങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. ആ സമയത്ത് സുധി പറയുന്നുണ്ട്, നീ ഇത്ര ചാടാൻ മാത്രം ഒന്നുമില്ല, നീ എൻ്റെ കയ്യിൽ നിന്നും ആ പണം തട്ടിക്കൊണ്ടുപോയി. അതേ സമയത്ത് ഞാനാണെങ്കിൽ അത് നിയമം കോടതി ഒക്കെ വഴി ആ പണം എനിക്ക് തിരികെ ലഭിച്ചു. ഇതിൽ എന്ത് വിശ്വാസവഞ്ചനയാണ് ഞാൻ നിനക്കെതിരെ കാട്ടിയത്? നീയല്ലേ എന്നെ വഞ്ചിച്ചത്, എൻ്റെ പണം തട്ടിയെടുത്തത് നീയല്ലേ. എന്നിട്ട് ഇപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ നീ ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല നീലിമ എന്നൊക്കെ പറയാനിട്ടോ. ഇതൊക്കെ കേട്ടിട്ട് നീലിമയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണേ. നീലിമ എങ്ങനെയെങ്കിലും ആ പണം കൈക്കലാക്കാൻ വേണ്ടിയിട്ട് തന്നെയുള്ള തത്രപ്പാടിലായിരിക്കും കേട്ടോ. അങ്ങനെ സുധിയോട് പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ശരി, അതെൻ്റെ പണമാണ്, ഞാൻ തട്ടിയെടുത്തോ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ അതെൻ്റെ പണം, ആ പണം എനിക്ക് തിരികെ കിട്ടുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ നിൻ്റെ ജീവൻ അത് ഞാനിങ്ങ് എടുക്കും എന്നൊക്കെ പറയാനിട്ടോ. അങ്ങനെ ഒരു തോക്കൊക്കെ ചൂണ്ടി നമ്മുടെ സുധിയുടെ നേർക്ക് നിൽക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ സുധിയാണെങ്കിൽ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാതെ നിൽക്കാം. ഒന്നാമതേ ഒരു പേടിത്തൊണ്ടനാണല്ലോ, അതിൻ്റെ കൂടുതൽ ഈ തോക്കും അടിയാളുകളെയും ഒക്കെ കൂടി കണ്ടപ്പോൾ നമ്മുടെ സുധിയുടെ കൺട്രോൾ തന്നെ പോയി എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ സുധി എന്നിട്ട് കാല് പിടിക്കുന്നുണ്ട്, എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ നിൻ്റെ പണമൊന്നും അല്ലല്ലോ തട്ടിയെടുത്തത്, എൻ്റെ പണം നീ എന്നിൽ നിന്ന് തട്ടിക്കൊണ്ട് പോയത് ഞാൻ തിരികെ എടുത്തതല്ലേ ഉള്ളൂ, അതുമല്ല ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ ആ പണം തരാൻ പോലും ഇല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനൊരു ഷോപ്പ് വാങ്ങി, അതാണെങ്കിൽ നഷ്ടത്തിലും 1 രൂപ അതിൽ നിന്ന് ലാഭവും പോലും ഇല്ല, എല്ലാം വട്ടക്കൊട്ട പൂജ്യത്തിൽ ഞാൻ നിൽക്കുക എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നീലിമ പറയുന്നുണ്ട്, നീ എന്നെ അങ്ങ് പറഞ്ഞ് പറ്റിക്കാനൊന്നും ശ്രമിക്കണ്ട, നീ ആ ക്യാഷ് മുഴുവൻ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിനക്ക് കോടികളുടെ വരുമാനം ഉണ്ടാകുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് നീ ആ പറച്ചിലൊന്നും വേണ്ട. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, എന്നിൽ നിന്ന് വാങ്ങിച്ച ആ പണം അതെനിക്ക് കിട്ടുക തന്നെ ചെയ്യണം, അതെൻ്റെ പണം എന്നൊക്കെ പറഞ്ഞിട്ട് നീലിമ അങ്ങ് ഇതാകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രുതിയെ അറിയുകയാണേ. ശ്രുതിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നമ്മുടെ ശ്രുതിയെ തട്ടിക്കൊണ്ട് പോയി എന്നൊക്കെ പറയാണ്. ഇതേ സമയത്ത് ശ്രുതി എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാതെ ആകെ വെമ്പലോടെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലായിരിക്കും ശ്രുതി എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും സഹായം വേണം, അല്ലെങ്കിൽ ശ്രുതിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കും, പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ, ഇത് തട്ടിക്കൊണ്ട് പോയത് ആ നീലിമ തന്നെയായിരിക്കും, ഇനിയിപ്പോൾ എന്താ ഈശ്വര ചെയ്യുക, ആരുടെ അടുത്ത ഒരു സപ്പോർട്ട് വാങ്ങുക, ആരുടെ അടുത്ത ഒരു സഹായം ചോദിക്കുക എന്നൊക്കെ ആലോചിച്ച് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആകെ അങ്ങ് ടെൻഷൻ അടിക്കാണ് കേട്ടോ. അങ്ങനെ ശ്രുതിയുടെ ഈ ഒരു കോലാഹലങ്ങളൊക്കെ കണ്ടിട്ട് തന്നെ സച്ചി വന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ സച്ചിയോടായിട്ട് പറയുന്നുണ്ട്, അത് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഇവിടെ ആരും അറിയരുത് എന്നൊക്കെ പറയാൻ കേട്ടോ. എന്താ പാർലറേട്ടത്തി ഒരു ദുരൂഹതയൊക്കെ മണക്കുന്നത്, എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അത് പിന്നെ സുധീനെ ആരൊക്കെ ചേർന്ന് തട്ടിക്കൊണ്ടുപോയെന്നോ, അവനെയോ, എന്തിനാ തട്ടിക്കൊണ്ടുപോയത്, അവൻ എന്തെങ്കിലും കൊള്ളരായ കാണിച്ച് കാണും, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും മോഷ്ടിച്ച് കാണും, അല്ലാതൊന്നും അവനെ ആരും തട്ടിക്കൊണ്ട് പോകത്തില്ല എന്ന് പറയുമ്പോൾ അല്ല സച്ചി, അങ്ങനൊന്നും അല്ല, അതായത് നമ്മുടെ വളർച്ചയൊക്കെ കണ്ടിട്ടായിരിക്കും ആരോ സുധിയോട് നല്ല ശത്രുതയുള്ളവർ സുധിയെ തട്ടിക്കൊണ്ടുപോയി, എനിക്കാണെങ്കിൽ പേടിയാവുന്നു, അവർ സുധി എന്തെങ്കിലും ചെയ്യോ എന്നൊക്കെ ചോദിച്ചാൽ പാർലറേട്ടത്തി ആകെ കരച്ചിലാണേ. അത് കണ്ടിട്ട് നമ്മുടെ സച്ചിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും സച്ചിയുടെ ഏട്ടനും ഏട്ടത്തിയല്ലേ, സച്ചി ആ ഒരു സ്നേഹവും ബഹുമാനം എന്നും അവർക്ക് നൽകുന്നുണ്ട്. അങ്ങനെ സച്ചി പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് പാർലറെടുത്ത് വിഷമിക്കേണ്ടെന്നേ, ഞാൻ നോക്കട്ടെ, ഞാൻ ശ്രമിക്കട്ടെ എന്നൊക്കെ പറയാണ്. അങ്ങനെ വേറെ ആരും അറിയരുതെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ പാർലറേട്ടത്തെ വിടുന്നത്. അങ്ങനെ പിന്നെ സച്ചിയുടെ അടുക്കിലേക്ക് സച്ചിയാണെങ്കിൽ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിന് മുൻപ് തന്നെ നമ്മുടെ സുധിയാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ഓടി വരുന്നൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നീലിമയ്ക്ക് ആകെ വൈരാഗ്യവും ദേഷ്യവും ഒക്കെ വരികയാണ് കേട്ടോ സുധിയോട്. അങ്ങനെ സുധീനെ എങ്ങനെങ്കിലും അടി തെറ്റിക്കണം എന്നുള്ള ഒറ്റ ചിന്തയിൽ തന്നെ നിൽക്കുമായിരിക്കും കേട്ടോ. അങ്ങനെ നീലിമയാണെങ്കിൽ രവീന്ദ്രനെ കണ്ടിട്ട് രവീന്ദ്രൻ്റെ കയ്യിൽ നിന്നുമുള്ള പണമാണ് നമ്മുടെ സുധിയാണെങ്കിൽ ഈ ബിസിനസ് തുടങ്ങിയതെന്നും അതിൽ നിന്നും ഒരുപാട് ലാഭം കിട്ടുന്നുണ്ടെന്നും എന്നിട്ട് രവീന്ദ്രനെ പറ്റിക്കുകയാണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ തുറന്ന് പറയണമെന്ന ഉറച്ച തീരുമാനത്തോടു കൂടി വീട്ടിലേക്ക് എത്തുകയാണ്. അങ്ങനെ നമ്മുടെ നീലിമനെ കണ്ടതോടുകൂടി സുധിയാണെങ്കിൽ അങ്ങനെ അമ്പരന്ന് നിൽക്കാനുണ്ട്, സുധിയും ശ്രുതിയും കൂടെ. എന്നിട്ട് എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയാതെ അങ്ങനെ നിൽക്കുമായിരിക്കുവേ.
ഇതേ സമയത്ത് നീലിമ വന്നിട്ട് എല്ലാവരെയും പരിചയപ്പെടുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് സുധിയോട് പറയുന്നുണ്ട്, സുധി നീ കാര്യങ്ങളൊക്കെ ഇവരോട് പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ത് കാര്യങ്ങൾ പറഞ്ഞോന്ന് എന്ന് രവീന്ദ്രൻ ചോദിക്കുകയാണെ. അത് പിന്നെ സുധിയാണെങ്കിൽ സുധിക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി. എന്നിട്ട് സുധി എല്ലാവരോടും എന്താ അത് തെറ്റിന് അങ്ങ് മാറ്റി പറയല്ലായിരുന്നു. അതിൻ്റെ വിഷമം സുധിക്ക് നല്ല വണ്ണമുണ്ട്. ഇന്നലെ ഞങ്ങൾ മീറ്റ് ചെയ്തപ്പോൾ സുധി അതിനെക്കുറിച്ചൊക്കെ പറയായിരുന്നു എന്ന് പറയുമ്പോൾ എന്ത് വിഷമം, ആരെ പറ്റിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേനും നമ്മുടെ നീലിമ പറഞ്ഞിട്ട് അത് പിന്നെ ഒരു വലിയ കഥയാണ് അങ്കിളെ. അങ്കിളിൻ്റെ 50 ലക്ഷം രൂപ സുധിയാണെങ്കിൽ സുധിയുടെ കയ്യിൽ നിന്നും ഒരാൾ തട്ടിക്കൊണ്ടു പോയി എന്നൊക്കെ പറഞ്ഞില്ലേ, എന്നിട്ട് ആ പണം സുധിക്ക് തിരികെ കൊടുത്തായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ആ പണം തിരികെ കൊടുത്തുന്നു ആര് പറഞ്ഞു എന്ന് പറയുമ്പോൾ അതൊന്നും അങ്കിളൊന്നും അറിഞ്ഞില്ലേ. ആ പണമൊക്കെ തിരികെ കൊടുത്തിട്ടല്ലേ ആ പണം കൊണ്ടല്ലേ ഇവർ ബിസിനസ് തുടങ്ങിയത്. കുട്ടി നീ എന്തൊക്കെയാണ് പറഞ്ഞത്? ആ പണം കൊണ്ടൊന്നും അല്ല ഇവർ ബിസിനസ് തുടങ്ങിയത്, ശ്രുതിയുടെ അച്ഛൻ കൊടുത്ത പണം കൊണ്ടാണ് ഇവർ ബിസിനസ് തുടങ്ങിയത് എന്ന് അങ്കിളിനെയും ഈ വീട്ടിലുള്ളവരെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചതല്ലേ ഇവർ. എന്നാൽ അങ്ങനെയൊന്നുമല്ല, തട്ടിക്കൊണ്ടുപോയ അങ്കിളിൻ്റെ മുതൽ തിരികെ കിട്ടി, അതുകൊണ്ടാണ് ബിസിനസ് തുടങ്ങിയത്. ഈ കെട്ടിയവനും കെട്ടിയോളും കൂടെ ഇന്ന് അത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. എന്നിട്ട് പണമൊക്കെ അനക്കാതെ വെച്ചിരിക്കുക. ഇങ്ങനെ പണമൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ പൂപ്പൽ പിടിക്കില്ലേ അങ്കിൾ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ രവീന്ദ്രന് ആകെ ചങ്ക് തകർന്നു പോകുകയാണേ. രവീന്ദ്രൻ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിൽക്കാൻ കേട്ടോ. എന്നിട്ട് ആ ഒരു കലിയോടുകൂടി വന്നിട്ട് നമ്മുടെ സുധിയുടെ ചെവിക്കല്ല് തീർത്ത് ഒരെണ്ണം കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സുധിയോട് പറയുന്നുണ്ട്, എന്താടാ ഈ കേൾക്കുന്നതൊക്കെ? നിനക്ക് ആ കാശ് തിരിച്ചു കിട്ടിയത് നീ ഒരു വാക്ക് എന്നോട് പറഞ്ഞു. എന്നിട്ട് നീ എന്താ പറഞ്ഞത്? ഇവളുടെ അച്ഛൻ, നിന്റെ പെണ്ണുമ്പിളയുടെ അച്ഛൻ കൊണ്ടു കൊടുത്ത കാശെന്നല്ലേ എന്ന് പറഞ്ഞിട്ട് തെരി തരാ തല്ലുകയാണേ. ഇത് കാണുമ്പോൾ ശ്രുതിക്കും സങ്കടം പറഞ്ഞിട്ടോ. ശ്രുതി അങ്ങനെ പിടിച്ച് മാറ്റാൻ ശ്രമിക്കുമ്പോൾ പറയുന്നുണ്ട്, തൊട്ടു പോകരുത്, കെട്ടിയാനും കെട്ടിയോളും കൂടെ പറ്റിക്കുകയായിരുന്നല്ലോ ഇത്രയും കാലം എന്നൊക്കെ പറയാനും. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ചന്ദ്രമതി അല്ലറി വിളിച്ച് കരയാനിട്ടോ. അപ്പോൾ സച്ചി വിടച്ച സാരില്ല, നമുക്ക് പറഞ്ഞ് പരിഹരിക്കാച്ച എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ച് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് രേവതിയും സച്ചിയും കൂടെ. പക്ഷെ അതൊന്നും അവിടെ വില പോകില്ല കേട്ടോ. നമ്മുടെ രവീന്ദ്രന് ദേഷ്യം തീരുന്നിടം വരെ തല്ലുകയാണേ. എന്നിട്ട് രവീന്ദ്രൻ പറയുന്നുണ്ട്, ആ പണം നിനക്ക് മാത്രം തിന്നാനുള്ളതല്ല, എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. പിന്നെ എൻ്റെ ഒരു നീക്കിയിരിപ്പിനും കൂടെ ഉള്ളതാണ്. അത് നിന്നെ അങ്ങനെ തെറ്റിക്കാമെന്ന് ഞാൻ കരുതിയിട്ടില്ലടാ. അതുകൊണ്ട് മര്യാദയ്ക്ക് ആ പണം നാളെ ഇങ്ങ് എത്തണം എന്ന് പറയാനിട്ടോ. ഇതേ സമയത്ത് സുധി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അച്ഛാ അങ്ങനെ പറഞ്ഞാൽ ഞാൻ എങ്ങനെ കൊണ്ടുതരും? അത് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തില്ലേ? അവിടെയുള്ള സാധനങ്ങൾ മുഴുവൻ വിറ്റാൽ പോലും ഇപ്പം ആ പണം കിട്ടില്ല. ഇവിടെ പറഞ്ഞ പോലൊന്നും അല്ല, നഷ്ടത്തിലാണ് മൊത്തം എന്നൊക്കെ പറയാനിട്ടോ. ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞിട്ട്, നഷ്ടത്തിലാണെങ്കിൽ കണക്കായിപ്പോയി, അത് ഭഗവാൻ നിനക്ക് തന്ന ശിക്ഷയാണടാ. അച്ഛൻ്റെ മുതൽ കട്ടോണ്ട് പോയിട്ട് എന്നിട്ട് വേറൊരുത്തി കട്ടോണ്ട് പോയെന്ന് പറഞ്ഞ കള്ളത്തരം പറഞ്ഞിരിക്കെ തിരികെ കിട്ടിയിട്ട് പോലും ഒരു ഉളുപ്പില്ലാതെ അതിനെക്കുറിച്ചൊരു വാക്ക് പോലും സംസാരിക്കാതെ പെണ്ണുപിള്ള വീട്ടുകാർ സഹായിച്ചതാന്ന് പറയുകയും ചെയ്ത് നിന്നോളം ചെറ്റ ഈ ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ പണം തിരികെ കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ ഇവിടെ കോടതിയും പോലീസും ഒക്കെ ഉണ്ടല്ലോ, മകനെതിരെ ഞാൻ അങ്ങ് കേസ് കൊടുക്കും. അതിൽ അഭിമാനവും ആക്ഷേപവും ഒന്നും ഞാൻ കണക്കാക്കുന്നില്ല എന്നൊക്കെ പറയാനിട്ടോ. ഇതൊക്കെ കേട്ട് സുധി എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാതെ ആകെ വിഷമത്തിലിരിക്കുകയാണേ. അങ്ങനെ സുധി പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് തെറ്റ് പറ്റിയെന്നുള്ളത് ശരിയാണ്, പക്ഷെ എനിക്ക് കുറച്ച് സമയം വേണം. ആ പണം കൊണ്ട് എങ്ങനെയെങ്കിലും ഇതൊന്ന് മെച്ചപ്പെട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ച്. എന്നിട്ട് അച്ഛൻ്റെ പണം തിരികെ തന്നത് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞിട്ട്, നീ കള്ളം പറഞ്ഞ് മെനയിലെ സുധി, എനിക്കൊരു ദേഷ്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാനിട്ടോ. അങ്ങനെ പിന്നെ സുധി മിണ്ടാതിരിക്കുകയാണേ. രവീന്ദ്രൻ പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഒരു 10-15 ദിവസം ഞാൻ നിനക്ക് സമയം തരും. അതിനു മുൻപ് നിൻ്റെ കട വിൽക്കുവോ എന്നെ വെച്ച ചെയ്തണം. എനിക്കെൻ്റെ പണം കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരും, നീയും നിൻ്റെ പെണ്ണുപിള്ളയും കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ അകത്തേക്ക് പോകുകയാണേ. ഇതേ സമയത്ത് നീലിമ വന്നിട്ട് ശ്രുതിയോടും പറയുന്നുണ്ട്, അങ്ങനെ ഞാൻ തിന്നാത്ത കാശ് നിങ്ങളും തിന്നണ്ട എന്ന് പറഞ്ഞിട്ട് പോകുകയാണ് കേട്ടോ. അങ്ങനെ സങ്കടമാണോ ദേഷ്യമാണോ എന്നൊന്നും അറിയാത്തൊരു ഭാവത്തിൽ നിൽക്കാതിരിക്കട്ടോ ശ്രുതി. ഇത്രയും നാളും ചെയ്ത് കൂട്ടിയതെല്ലാം നിഷ്ഫലമായി പോകുമല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതിയുടെ അടുക്കൽ ചെന്നിട്ട് കാല് പിടിച്ച്, ശ്രുതി രക്ഷിക്കണം അമ്മേ, എന്തെങ്കിലും ഒരു പോംവഴി കാണിച്ച് തരണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്നെ കൊണ്ട് അത്രയും തുകയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഈ ബിസിനസ്സിൽ നിന്ന് എങ്ങനെയെങ്കിലും ഉയർച്ച കിട്ടണമെന്ന് വിചാരിച്ച, പക്ഷെ അത് നടന്നില്ല അമ്മേ എന്നൊക്കെ പറയാനിട്ടോ. എന്നാലും നീ ഒരു ചതിയനടാ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ആക്രോശിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ചന്ദ്രമതി പിന്നീട് പറയുന്നുണ്ട്, സാരില്ല, ഞാൻ അങ്ങനോട് പറഞ്ഞു നോക്കാം, പക്ഷെ ഇതൊന്നും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയാനിട്ടോ. അമ്മയൊന്ന് പറഞ്ഞു നോക്ക്.
അങ്ങനെ പിന്നീട് സുധിയുടെയും ശ്രുതിയുടെയും കള്ളത്തരങ്ങളൊക്കെ പിടിയിലായതോടുകൂടി സച്ചിയും വന്നിട്ട് സച്ചിയുടെ വക എല്ലാം നമ്മുടെ ശ്രുതിയും പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രണ്ടിനിട്ടും കണക്കിനിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അച്ഛൻ്റെ സ്വത്ത് അങ്ങനെ തന്നെ വിഴുങ്ങാന്ന് നീ ഒന്നും വിചാരിക്കേണ്ടടാ, രണ്ടിനെ ഞാൻ ശരിയാക്കുന്നുണ്ട്. പാർലർ ഏട്ടത്തിയുടെ ഒരു അച്ഛൻ എന്നിട്ട് അച്ഛൻ പൈസ തന്നു പോലും കള്ളത്തരം, നിങ്ങൾക്ക് എന്തൊക്കെയോ കള്ളത്തരമുണ്ട്, അതെനിക്ക് ഇപ്പം മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയെ സംശയത്തോടു കൂടി നോക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് ശ്രുതിയും പെരുവഴിയിലേക്ക് ഇറങ്ങുകയാണേ. നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട്, ഇനി എൻ്റെ വീട്ടിൽ കാല് കുത്തിയേക്കരുത്, രണ്ടും ഇവിടെ നിന്ന് ഇറങ്ങിക്കണം, എൻ്റെ പണം മോഷ്ടിച്ച് തിന്ന് നശിച്ച ജന്മങ്ങൾ എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ അടിച്ചിറക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതിയും കൂടെ വീട് വിട്ട് ഇറങ്ങുന്ന രംഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ടേ. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കായിരിക്കും കേട്ടോ. ഈ സമയത്ത് ശ്രുതിയുടെയും അതുപോലെ തന്നെ സുധിയുടെയും ഒക്കെ അവസ്ഥ കണ്ടിട്ട് നമ്മുടെ ചന്ദ്രമതി തന്നെ തിരികെ വീട്ടിലേക്കൊക്കെ കൂട്ടിക്കൊണ്ടും വരണമുണ്ട് കേട്ടോ. കടയിൽ കച്ചവടം ഇല്ല എന്നുള്ള സത്യവും നമ്മുടെ സച്ചിയൊക്കെ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തൊക്കെയൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നുള്ള മനസ്സിലാക്കി പിന്നെ നമ്മുടെ ശ്രുതിയും കൂടെ തിരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നു ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ആയിരിക്കും കഥ മുൻപോട്ട് പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷയാണെങ്കിൽ ശ്രീകാന്തിനോടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, എന്ത് കള്ളത്തിലാണ് നിൻ്റെ ഏട്ടത്തെയും കൂടെ കാണിക്കുന്നത്, എന്നാലും ഇവർ രണ്ടുപേരും ഇത്ര ചേർച്ചയോടുകൂടി എങ്ങനെ ഒരുമിച്ചോ എന്നാണ് എനിക്ക് സംശയം. എന്തായാലും എത്ര മോശമായിപ്പോയി, പൈസ തിരികെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ആ കാശ് കൊണ്ട് ബിസിനസ് തുടങ്ങിയിരിക്കുന്നു, എല്ലാവരെയും പറ്റിക്കുകയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ശ്രീകാന്തും പറയുന്നുണ്ട്, എന്തായാലും നീ പറഞ്ഞതുപോലെ രണ്ടിനെയും ഒരു വണ്ടിയിൽ വെച്ച് കെട്ടാം, അതുപോലത്തെ ഇനങ്ങളെ രണ്ടും. എന്നാ പറയാൻ ഇപ്പോഴെങ്കിലും സത്യം നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യം. എന്തായാലും അച്ഛൻ ഞാൻ പൈസ ഇല്ലാതെ ഇവറ്റകളെ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കിപ്പിക്കത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ രേവതിയും സച്ചിയോട് പറയുന്നുണ്ട്, എന്നാലും ഇവർക്ക് എങ്ങനെ തോന്നി സച്ചിയേട്ടാ ഇതുപോലത്തെ കള്ളത്തരങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ വിടാൻ? എന്തെങ്കിലും ഒരു ദിവസം ഈ സത്യങ്ങളൊക്കെ എല്ലാവരും അറിയുമെന്നെങ്കിലും ചിന്തിക്കട്ടെ, ഒരു നാണോ ഇല്ലാത്തങ്ങൾ രണ്ടും എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് കേട്ടുകൊണ്ടായിരിക്കും കേട്ടോ ചന്ദ്രമതി അവിടേക്ക് പറഞ്ഞത്. നീ എന്താ പറഞ്ഞത്? ഒരു നാണോ ഇല്ലാത്തതാണെന്ന് രണ്ടും? നിന്നെ പോലെ നാണമില്ലാത്തവൾ ഈ വീട്ടിൽ വേറെ ഇല്ലടി. എന്നിട്ട് അവൾ എൻ്റെ മോനെയും മരുമോളെയും കുറിച്ച് സംസാരിക്കാൻ വരുന്നു. ഉടനെ സച്ചി പറയുന്നുണ്ട്, അത് ശരിയാ അമ്മ പറഞ്ഞത്, അമ്മയുടെ മോൻ്റെയും മരുമോളുടെ 7 അയലോക്കത്ത് ഞങ്ങൾ വരില്ല, കാരണം അവരെ മോഷ്ടിക്കുന്നവരല്ലേ, അതിൻ്റെ 7 അയലോക്കത്ത് ഞങ്ങൾ എത്തില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയോട് തട്ടിക്കയറുകയാണ് കേട്ടോ സച്ചിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ ചന്ദ്രമതി അവസാനം അവിടെ നിന്ന് സ്ഥലം വിടുന്നുണ്ടേ.